ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണിക്കുന്നത്. അപ്പോൾ അതിൽ ചെറുതായിട്ട് ഇതുപോലൊരു വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. സ്ലീവിലും ഫ്രണ്ടിൽ പാർട്ടിയിലൊക്കെ ആയിട്ട് നെക്കിൻ്റെ അവിടെ ഇതേപോലെ ഞാനൊരു വെൽവെറ്റിൻ്റെ പീസ് വെച്ചിട്ടാട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് എളുപ്പത്തിന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് ഇത്. ഒരു വെൽവെറ്റിൻ്റെ ടോപ്പ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കി പീസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിന് പകരം നമുക്ക് ഇഷ്ടമുള്ള കോട്ടൺ മെറ്റീരിയലോ കോട്ടൻ്റേതായിട്ടുള്ള ഏതെങ്കിലും ഒരു പീസ് മാച്ചായിട്ടുള്ള തുണിയോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഷേപ്പിൽ തന്നെ വേണമെന്നില്ല, റൗണ്ട് ഷേപ്പായിട്ടോ അങ്ങനെ ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ടോപ്പിൻ്റെ ബോഡി മെഷർമെൻറ്റിൽ നിന്നുള്ള അളവുകളും മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ കേട്ടോ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചോളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ എനിക്ക് വേണ്ട വിഡ്ത്ത്, അതായത് ഹിപ്പ് സൈസിനേലും ഒരു 2 ഇഞ്ച് എക്സ്ട്രാ, 2 ഇഞ്ച് കൂടുതൽ ഹിപ്പ് സൈസ് എനിക്ക് 10.25 വേണ്ടത്. അതിനേലും 2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 3 ഇഞ്ചോ നമുക്ക് കൂടുതലായിട്ട് ഇട്ടിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്തിടാം കേട്ടോ. അപ്പോൾ ഞാൻ ബാക്ക് പാർട്ട് മാത്രമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള ലെങ്ത്ത് ഞാനൊരു 45 ഇഞ്ചോളം ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു 7.5 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 16 ഇഞ്ചാണ് ഇവർക്ക് ഷോൾഡർ ലെങ്ത്ത് വരുന്നത്. അതിൻ്റെ പകുതിയിൽ നിന്ന് ഞാനപ്പോൾ ഒരു 7.5 ഇഞ്ച് മാർക്ക് ചെയ്തു. 1/2 ഇഞ്ച്, 8 ഇഞ്ചാണല്ലോ, 8 16 വരുന്നത്. 1/2 ഇഞ്ച് കുറച്ചതിന് ശേഷമാണ് ഞാൻ 7.5 ഇഞ്ച് മാർക്ക് ചെയ്തത് കേട്ടോ. താഴേക്കും 7.5 ഇഞ്ച് തന്നെ ഞാൻ മാർക്ക് ചെയ്തു. സാധാരണ നമ്മൾ അങ്ങനെയാണല്ലോ എടുക്കാറുള്ളത്. എത്രയാണോ ഷോൾഡർ ലെങ്ത്ത് എടുക്കുന്നത് അത്രയും തന്നെ താഴേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ കോൺ ഭാഗത്ത് നിന്ന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി ആം ഹോൾ ലെങ്ത്തിൻ്റെ പകുതിയിൽ നിന്ന് ഇതുപോലെ ഒന്ന് കർവ് ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ചെസ്റ്റ് റൗണ്ട് ബോഡി മെഷർമെൻറ്റിൽ നിന്ന് കിട്ടിയത് 37 ഇഞ്ചാണ്. ഞാനിവിടെ ഒരു 3 ഇഞ്ചാണ് എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല ടൈറ്റ് ഫിറ്റിംഗ്, നല്ല ഫിറ്റിങ്ങിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ 2 ഇഞ്ച് ആഡ് ചെയ്താൽ മതി. പക്ഷേ ഇവർക്കൊരു അല്പം പൊടിക്കിന് ലൂസായിട്ട് നിൽക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ 3 ഇഞ്ച് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 40 വരും. 40ൻ്റെ 4/1 ഭാഗം 10 മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ എനിക്ക് കിട്ടേണ്ട ആം ഹോൾ റൗണ്ട് 8.5 ഇഞ്ചാണ്. അപ്പോൾ എനിക്കിവിടെ ഇതിൽ 8.5 ഇഞ്ച് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തേ, 1/2 ഇഞ്ച് താഴേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ സാധാരണ ഹോൾ ലെങ്ത്തിന് മാർക്ക് ചെയ്യുന്ന പോലെ 1.5 ഇഞ്ച് കോൺ ഭാഗത്ത് നിന്ന് വീണ്ടും ഞാൻ മാർക്ക് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് മുകൾ ഭാഗത്ത് 1/2 ഇഞ്ച് ഷോൾഡർ ഡൗൺ ചെയ്ത് ഒന്ന് വരയ്ക്കാനായിട്ട് കട്ട് ചെയ്യാനായിട്ടും മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ 8 ഇഞ്ച് ഞാൻ ഇറക്കിയെടുത്തപ്പോൾ ആ 8 ഇഞ്ചിൻ്റെ പകുതിയിൽ നിന്ന് ഇതുപോലെ ആ ഷേപ്പ് ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 8.5 ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഷോൾഡർ ലെങ്ത്ത് കൂടുതലുള്ളതുകൊണ്ട് തന്നെ 1/2 ഇഞ്ച് ഷോൾഡർ ഡൗൺ ചെയ്ത് നമുക്ക് കട്ട് ചെയ്യണം. ചെരിച്ച് വരച്ചതിന് ശേഷം കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് തയ്യൽ തുമ്പിട്ട് കൊടുക്കണ്ടേ 1/2 ഇഞ്ച്, അതുകൂടി മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് പിടിച്ചു നോക്കാം 8.5 ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്ന്. കറക്റ്റ് 8.5 ഇഞ്ച് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് ഓരോരുത്തരുടെയും ബോഡിക്ക് അനുസരിച്ച് അവരുടെ കൈയുടെ അളവിനും ഷോൾഡറിൻ്റെ അളവിനൊക്കെ അനുസരിച്ച് വ്യത്യാസം വരുന്നതാണ് കേട്ടോ. സാധാരണയിൽ ഷോൾഡർ ലെങ്ത്ത് എത്രയാണ് എടുക്കുന്നത് അത്രയും തന്നെയാണ് നമുക്ക് വരാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്ക് വെടുത്ത് ഞാൻ 3.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. 3.5 ഇഞ്ച് ഞാനിപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബാക്കിലെ നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്യുമ്പോൾ 3.25 ഇഞ്ചിലാണ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ 3.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. അതിനൊന്ന് ബോക്സാക്കി വരച്ചതിന് ശേഷം നമുക്ക് ഷേപ്പ് വരച്ചു കൊടുക്കാം. കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് 3.5 ഇഞ്ചിലല്ലാതെ 3.25 ഇഞ്ചിലേക്കാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ അടിച്ച് കഴിഞ്ഞ് വരുമ്പോഴേക്കും 3.5 ഇഞ്ചായിട്ട് മാറുമല്ലോ.
5.5 ഇഞ്ചാണ് ബാക്കിലെ നെക്കിൻ്റെ ഇറക്കം കൊടുക്കുന്നുള്ളൂ. നമ്മുടെ ഷോൾഡറിൻ്റെ ലെങ്ത്ത് കൂടുതലുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാട്ടോ 3.5 ഇഞ്ച് നെക്ക് പിടുത്തെടുത്തത്. ഷോൾഡർ ലെങ്ത്ത് കഴുത്തിൻ്റെ ഇറക്കം കൂടുന്നതിനനുസരിച്ച് ഷോൾഡറിൻ്റെ ഇറക്കവും കുറയും കേട്ടോ. ഇനി ഇതേ 14.5 ഇഞ്ചിൽ വേസ്റ്റിനും ഹിപ്പിൻ്റെ അവിടെ 20.5 ഇഞ്ചിലും ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്തിരി സൈസ് കൂടുമ്പോൾ നമുക്ക് ഒന്ന് ഇറക്കി കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ വണ്ണം കുറഞ്ഞവർക്കൊക്കെ നമുക്കൊരു 13.5 ഇഞ്ചിലൊക്കെ വേസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്യാം കേട്ടോ. ഇവർക്ക് മെഷർമെൻറ്റിൽ 32 ഇഞ്ചാണ് വന്നത്, വേസ്റ്റിൻ്റെ ഭാഗം വന്നത്. ഞാനപ്പോൾ 3 ഇഞ്ച് ഇവിടെയും കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ 35 ഇഞ്ച് എടുത്തു. 35 ഇഞ്ചാകുമ്പോൾ 8.25 മാർക്ക് ചെയ്ത് 1/2 ഇഞ്ച് ടക്ക് പിടിക്കാനും മാർക്ക് ചെയ്തു കേട്ടോ. ഹിപ്പിൻ്റെ അവിടെ 10.25 ഇഞ്ചാണ് കേട്ടോ. അതിലും ഞാൻ 3 ഇഞ്ച് ആഡ് ചെയ്തിട്ടാണ്, എന്നിട്ട് അതിന് ശേഷം 4 ഭാഗം എടുത്തിട്ട് 10.25 മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ മാർക്ക് ചെയ്യുന്നത് നമ്മുടെ അപ്പർ ബ്രസ്റ്റിൻ്റെ ഭാഗമില്ലേ, അവിടെയും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അവർക്കിത് 10 ഇഞ്ച് നമ്മൾ ചെസ്റ്റിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്തിരുന്നല്ലോ, അപ്പോൾ ഒരു 10.25 ഇഞ്ചോളാണ് വരുന്നത് കേട്ടോ ഈ സൈഡിൽ. അപ്പോൾ ഞാനത് സ്ട്രൈറ്റ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഒരു 3 ഇഞ്ചോളം ഏകദേശം താഴെ ആം ഹോളിൻ്റെ അവിടെ നിന്ന് നമ്മൾക്ക് ഇതുപോലെ 3 ഇഞ്ച് താഴെ വരച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം കേട്ടോ. ഹിപ്പിൻ്റെ അവിടെ എത്രയാണോ 10.25 ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്, അപ്പോൾ എത്രയാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ ഒന്നുകൂടെ ചേർക്കുക. അപ്പോൾ 11.25 മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് സീം അലവൻസ് കൂടെ കൊടുക്കാം കേട്ടോ. ഇനി അതൊന്ന് നമുക്ക് കറക്റ്റ് ചെയ്ത് വരയ്ക്കാം. ഹിപ്പിൻ്റെ അവിടെ നമുക്ക് എക്സ്ട്രാ 1 ഇഞ്ചാണ് സീം അലവൻസ് കൊടുക്കേണ്ടതുള്ളൂ. ബോട്ടം പാർട്ടിൽ ഹിപ്പ് സൈസിനേലും 1 ഇഞ്ച് കൂടുതൽ ഇട്ടതിന് ശേഷം പിന്നെ സീം അലവൻസ് 1 ഇഞ്ച് കൂടെ കൊടുക്കാം കേട്ടോ. ഇത് ലെങ്ത്ത് കൂടുതലുള്ളതുകൊണ്ട് 1 ഇഞ്ച് മതി. ലെങ്ത്ത് കുറയുമ്പോൾ നമുക്ക് 2 ഇഞ്ചൊക്കെ കൂടുതലിട്ട് കൊടുക്കാൻ പറ്റും. ബാക്കി ബോഡി പാർട്ടിലൊക്കെ നമുക്ക് 1.5 ഇഞ്ച് വീതം സീം അലവൻസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നെക്കിൻ്റെ ഭാഗം ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല കേട്ടോ. അത് നമുക്ക് ഫ്രണ്ട് പാർട്ട് കൂടെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാക്കിലെ നെക്കിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ആം ഹോളിൻ്റെ ഭാഗവും എല്ലാനും കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാൻ പോകുന്നത് ഈ പീസ് വെച്ച് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഞാൻ മുൻപ് നമ്മൾ മടക്കിയ പോലെ തന്നെ ഹിപ്പ് സൈസിനേലും 2 ഇഞ്ച് 3 ഇഞ്ചോളം കൂടുതലിട്ട് മടക്കിയിട്ടിട്ട് നമ്മുടെ ബാക്ക് പാർട്ട് വെച്ച് കൊടുത്തിട്ടാണ് ഇപ്പോൾ ഞാൻ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഞാൻ ഈ ബാക്ക് പാർട്ടിൽ ടക്ക് ഇട്ട് കൊടുക്കുന്നതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നല്ല വശത്താണ് ഇപ്പോൾ ഞാനിത് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് കറക്റ്റായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വേസ്റ്റിൽ നിന്ന് 4 ഇഞ്ച് മുകളിലേക്കും 4 ഇഞ്ച് താഴേക്കാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. ടക്കിൻ്റെ ഡിസ്റ്റൻസ് 4.25 ഇഞ്ചാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. താഴേക്ക് വേണമെങ്കിൽ നമുക്കൊരു 4.5 ഇഞ്ചൊക്കെ അടിച്ച് വരുമ്പോഴത്തേക്കും കയറ്റി വരാൻ പറ്റും. ഇതിപ്പോൾ നമ്മളുടെ ഫ്രണ്ടിലത്തെ ഭാഗം നമ്മൾ മാർക്ക് ചെയ്തില്ലേ, ഇപ്പോൾ അതിലത്തെ ആം ഹോളിൻ്റെ ഭാഗം ഞാൻ കറക്റ്റ് അതുപോലെ തന്നെ ഒന്ന് വരച്ചെടുത്തു കേട്ടോ. അതെന്തിനാണെന്നറിയില്ലേ, നമ്മൾക്ക് ഫ്രണ്ടിലൊന്ന് കുഴിച്ചു വെട്ടണമല്ലോ. അപ്പോൾ ആം ഹോളിൻ്റെ പകുതിയിൽ നിന്ന് ഇതുപോലെ ഒരു 1/2 ഇഞ്ച് ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ, കുഴിച്ച് വരച്ച് കൊടുക്കാം. അപ്പോൾ ഈ 1/2 ഇഞ്ച് ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്യുന്നത് ഷോൾഡർ ലെങ്ത്ത് കൂടിയ ടോപ്പുകൾക്ക് മാത്രം നമ്മൾ ചെയ്യുള്ളൂ. ഷോൾഡർ ലെങ്ത്ത് ഒക്കെ കുറഞ്ഞതിന് ഇതേപോലെ 1/2 ഇഞ്ചൊക്കെ നമ്മൾ നീക്കി കട്ട് ചെയ്താൽ വല്ലാതെ കൈയുടെ ഭാഗം സ്ലീവിൻ്റെ ഭാഗം വന്ന് കയറി വരും, കഴുത്ത് ഭയങ്കര കുടുസായിട്ടൊക്കെ പൂട്ടോ. അപ്പോൾ ഇതൊരു വെൽവെറ്റിൻ്റെ പീസാണ്. ഇതിനെയാണ് ഞാൻ ഫ്രണ്ടിൽ ബ്ലാക്ക് കളറാട്ടോ ഇത്. ഇതിനെയാണ് ഞാനെടുത്ത് ഫ്രണ്ടിൽ ഡിസൈൻ ചെയ്യാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ മുകളിലായിട്ട് സെയിം അതുപോലെ തന്നെ ഞാൻ അരിഭാഗത്തോട് ചേർത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 5.5 ഇഞ്ചോളം ഞാൻ വീതി മാർക്ക് ചെയ്തു കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പും അതിൽ വരച്ചെടുക്കാൻ പറ്റും. എനിക്ക് കിട്ടുന്നത് 13 ഇഞ്ച് നീളമാണ് ഇതിൽ കിട്ടിയത്. ആ 13 ഇഞ്ച് നീളത്തിന് ഞാൻ ഇതുപോലൊരു ഷേപ്പാക്കി വരച്ചെടുത്തു. കണ്ടോ, ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുത്തു. ഇപ്പോൾ അത് നമ്മുടെ ഫ്രണ്ട് പാർട്ടാട്ടോ. അതിൻ്റെ സെൻറ്റർ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ നമ്മൾ ക്യാൻവാസ് വെച്ചിട്ടാണ് ഇതിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ.
ഇതുപോലെയാണ് ഞാൻ വെച്ച് കൊടുത്ത് സെൻറ്ററിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇത് കണ്ടോ, ഈ ഒരു ലേസ് ഗോൾഡൻ കളർ ഇത് വെച്ചാണ് ഞാൻ അതിൻ്റെ അരിഭാഗം അടിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ക്യാൻവാസിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് എത്രയാണോ വേണ്ടത്, അതായത് 3.5 ഇഞ്ചിൽ തന്നെ നെക്ക് വിടുത്തെടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക, എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. 5.5 ഇഞ്ച് തന്നെയാണ് ഇതിലും നെക്കിൻ്റെ ഇറക്കം കൊടുക്കുന്നത് കേട്ടോ. പിന്നെയും കൂടിപ്പോയാൽ കഴുത്ത് വല്ലാതെ മലർന്നു പോവും. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ മുൻപ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലും സ്ലീവ് കട്ട് ചെയ്ത് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. സ്ലീവ് കട്ടിങ്ങൊക്കെ ഞാൻ നൈറ്റീരെ കട്ടിങ്ങുകളുണ്ടല്ലോ, ചുരിദാർ മോഡൽ നൈറ്റീരിയും പിന്നെ ചുരിദാറിൻ്റെ തന്നെ വേറെ ചെയ്തിട്ടുണ്ട്, ടോപ്പുകളിലൊക്കെ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കിയോളൂ കേട്ടോ. ഇതിപ്പോൾ ബാക്ക് പാർട്ടിലത്തെ നെക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പീസ് അടിയിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ 3.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തത്, പക്ഷേ 1/4 ഇഞ്ച് ഇപ്പുറത്തേക്ക് ഇട്ടിട്ട് കൊടുത്തിട്ടാട്ടോ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അടിച്ച് കഴിഞ്ഞ് വരുമ്പോൾ 3.5 ഇഞ്ചിലായിട്ട് നമുക്ക് നെക്ക് കിട്ടും. ഇനി ഈ പീസും കൂടി ഒരുമിച്ച് നമുക്കപ്പോൾ കട്ട് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ കണ്ടോ, നല്ല ഭാഗത്ത് ബാക്ക് പാർട്ടിൻ്റെ നല്ല ഭാഗത്ത് ഈ പീസ് വെച്ച് കൊടുത്ത് നമുക്ക് 1/4 ഇഞ്ച് വീതിയിൽ അടിച്ചെടുക്കാം. ഇതിൻ്റെ ഒരു ഭാഗം കൂടി ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. കണ്ടോ, ഞാനിപ്പോൾ അതങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ നെക്കിൻ്റെ ഉൾഭാഗത്തൊക്കെ ഒന്ന് ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ നമുക്കൊന്ന് പതിച്ച് അടിച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ പതിച്ച് ഒരു ഭാഗത്തോടെ അടിച്ചെടുക്കാം. പിന്നെ അതിൻ്റെ ടക്കും ഒന്ന് പിടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ മാർക്ക് ചെയ്തത് ഫ്രണ്ട് സൈഡിലായിരുന്നതുകൊണ്ട്, നല്ല ഭാഗത്തായിരുന്നതുകൊണ്ട് ഇവിടെ മാർക്കിങ് നിങ്ങൾക്ക് കാണില്ല. പക്ഷെ ഞാൻ അത് ടക്ക് ഇട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ആ ക്യാൻവാസ് കട്ട് ചെയ്തതും അത് പേസ്റ്റ് ചെയ്ത് എടുത്തു കേട്ടോ. ഇനി നമ്മുടെ ഫ്രണ്ട് പാർട്ടിൽ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഡിസൈനായിട്ട് നമ്മൾ ആ വെൽവെറ്റ് പീസിൽ കട്ട് ചെയ്തെടുത്തില്ലേ, അത് കറക്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതുപോലെ ഫുള്ള് പിൻ ചെയ്ത് എടുത്തു കേട്ടോ. വേണമെങ്കിൽ നമുക്ക് വലിയ കാണിയിലൊന്ന് അടിച്ചു കൊടുത്താലും മതി. ഇനി അതിൻ്റെ ഒരു ഭാഗത്ത് കൂടെ നമുക്ക് അടിച്ചെടുക്കാം. ഇപ്പം ഞാൻ കണ്ടോ, അത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലേസ് വെച്ചിട്ട് ഇതിൻ്റെ ചുറ്റും ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ വെൽവെറ്റിൻ്റെ പീസ് ആയതുകൊണ്ട് തന്നെ പറഞ്ഞു പോകുന്നില്ല. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഇതുപോലെ വെച്ച് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതും ആ നമ്മുടെ ലേസും വെച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ഇപ്പോൾ ഈ വെൽവെറ്റ് പീസിൽ നമുക്ക് അതിൻ്റെ സെൻറ്റർ, ഈ ടോപ്പിൻ്റെ സെൻറ്റർ ഒന്ന് കണക്കാക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് നെക്ക് എൻ്റെ ക്യാൻവാസിൻ്റെ ഭാഗമല്ലേ, അത് ഇതിലൊന്ന് പിൻ ചെയ്ത് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അരുഭാഗത്ത് കൂടെ ക്യാൻവാസിൻ്റെ മുകളിൽ കയറാതെ അരുഭാഗത്ത് കൂടെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇനി 1/4 ഇഞ്ച് നിർത്തിയിട്ട്, അതായത് സ്റ്റിച്ച് ചെയ്ത ഭാഗം കട്ട് ചെയ്ത് പോവാതെ അതിൻ്റെ ഇപ്പുറത്തൂടെ ഇതുപോലെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി അവിടെയും ആ നെക്കിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇനി നമുക്കിതിനെ മറിച്ച് നമുക്കൊന്നില്ലെങ്കിൽ വലിയ കാണിയിലൊന്ന് അടിച്ചു കൊടുത്തിട്ട് പിന്നീട് ഹാമിങ് ചെയ്തെടുക്കുന്നതാണ് എപ്പോഴും ഭംഗി ഉണ്ടാവുക. ഇതുപോലെ അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും നന്നായിരിക്കും. എന്നിരുന്നാലും ഒന്ന് ഹാമിങ് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ നെക്കിൻ്റെ ഫ്രണ്ടിലത്തെ ആ ഡിസൈൻ ചെയ്തത് കേട്ടോ. ഇതുപോലൊരു ബട്ടണൊക്കെ വെച്ച് കൊടുത്താൽ ഒത്തിരി കൂടി ഭംഗിയായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഷോൾഡറുകൾ തമ്മിൽ കണ്ടോ ജോയിൻ്റ് ചെയ്യാം. അപ്പോൾ ബാക്കിൽ നമ്മൾ ആ അടിച്ച് വെച്ച ഭാഗത്തിൽ ഫിനിഷ് ചെയ്യാനായിട്ട് അതിൽ ഇതുപോലെ ഫ്രണ്ടിലേക്ക് ഒന്ന് മറച്ച് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. നമ്മൾ നൈറ്റീരെ കട്ടിങ്ങുകളിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇത് ഞാനും കാണിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി ഈ ബാക്ക് പാർട്ട് വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഹാമിങ് ചെയ്യാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ അത് വിട്ടു. ഇനി സ്ലീവിൽ കുഴിച്ചു വെട്ടിയ ഭാഗം കണ്ടോ, ഫ്രണ്ട് പാർട്ടിലത്തെ നമ്മുടെ ടോപ്പിൻ്റെ ഫ്രണ്ട് പാർട്ടിലേക്കായിട്ട് ആ സ്ലീവിൻ്റെ ഭാഗത്തേക്കായിട്ട് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗവും ഷോൾഡറിൻ്റെ ജോയിൻറ്റ് വരുന്നതും കൂടി കൂട്ടിയിട്ട് അടിച്ചെടുക്കാം കേട്ടോ. ഞാൻ 1/4 ഇഞ്ച് വീതിയിലാണ് അടിച്ചു പോകുന്നത്. നമുക്ക് കറക്റ്റായിട്ട് അടിച്ചെടുക്കാൻ പറ്റും. രണ്ട് ഭാഗത്തേക്കും
പിടിച്ച് കൊടുത്ത് നമ്മുടെ കട്ടിങ്ങുകൾ വരുന്നില്ലേ, സ്ലീവിൻ്റെ ഭാഗത്തെ കട്ടിങ്ങും നമ്മൾ കട്ട്സ് കറക്റ്റ് അളവ് 8.5 ഇഞ്ചാണ് ആം ഹോൾ റൗണ്ട് വരുന്നത്, സ്ലീവിലും ആ 8.5 ഇഞ്ച് തന്നെ നമുക്ക് വരണം. അത് കൂട്ടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ 2 സ്ലീവ് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 5.5 ഇഞ്ചാണ് സ്ലീവ് റൗണ്ട് വരുന്നത്, അത് മാർക്ക് ചെയ്തു. പിന്നെ ഇവിടെ നമ്മളുടെ 1.5 ഇഞ്ച് നമ്മൾ സീം അലവൻസ് കണക്കാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്കായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഹിപ്പിൻ്റെ അവിടെ വരുമ്പോൾ വേസ്റ്റിൻ്റെ അവിടെ വരുമ്പോൾ 1/2 ഇഞ്ച് നമ്മൾ ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും ബാക്കിലത്തെ പീസ്. അപ്പോൾ ഫ്രണ്ടിലത്തെ പീസ് അത് കണക്കാക്കി 1/2 ഇഞ്ച് ഇപ്പുറത്തേക്ക് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്ന് മറക്കാണ്ട് അവിടെ നിന്ന് 1.5 ഇഞ്ച് കണക്കാക്കിയിട്ട് അതിലേക്കും വരച്ചു കൊടുക്കുക. ഫ്രണ്ട് പീസിൽ 2 ഇഞ്ച് ഉണ്ടാവും, കാരണം ഫ്രണ്ടിൽ ടക്ക് ഇല്ലല്ലോ. അപ്പോൾ അതൊന്ന് ഓർത്ത് കറക്റ്റ് ചെയ്തൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. ഹിപ്പിൻ്റെ അവിടെ 1 ഇഞ്ചാണ് നമ്മൾ സീം അലവൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കത് അടിച്ചെടുക്കാം. അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ കറക്റ്റ് ചെയ്തൊന്ന് മാർക്ക് ചെയ്ത് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് കെട്ടിട്ട് നിർത്തണം സ്ലിറ്റിൻ്റെ ഭാഗം. ഇനി ആ സ്ലിറ്റിൻ്റെ ഭാഗമില്ലേ, അവിടെ സ്ലിറ്റിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇതുപോലെ ചെറിയൊരു കട്ട്സ് ഇട്ട് കൊടുക്കുക. തയ്യലിൻ്റെ അടുത്ത് വരെ എത്തരുത്, ഒരു 1/4 ഇഞ്ച് 1/2 ഇഞ്ച് വിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്ത് നിർത്താം. അപ്പോൾ നമുക്ക് സ്ലിറ്റ് മടക്കി ഇതുപോലെ നമ്മൾ മടക്കി അടിച്ചെത്തില്ലേ, അപ്പോൾ അവിടെ ഒരു ഇറക്കമില്ലാതെ ചുളുക്കൊന്നും ഇല്ലാണ്ട് ഭംഗിയിൽ തന്നെ കിട്ടും. ഒരു 1/2 ഇഞ്ചിലൊന്ന് മടക്കിയതിന് ശേഷം വീണ്ടും തിരിച്ച് 1/2 ഇഞ്ച് കൂടെ മടക്കി കൊടുക്കുക. നമ്മൾ 1 ഇഞ്ചല്ലേ സീം അലവൻസ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, അപ്പോൾ ആ മടക്കുന്ന ആദ്യത്തെ 1/2 ഇഞ്ച് സ്ലിറ്റിൻ്റെ ഭാഗത്ത് മുകളിലെത്തുമ്പോൾ കണ്ടോ കറക്റ്റ് തയ്യലിൻ്റെ അവിടെ വരും. അതിനുശേഷം ഒന്ന് തിരിച്ച് 1/2 ഇഞ്ച് കൂടി മടക്കാം. അടിച്ച് മുകളിലെത്തി കഴിയുമ്പോൾ പ്രഷർ ഫോട്ട് പൊന്തിച്ച് സൂചി കുത്തി നിർത്തിയതിന് ശേഷം തുണീനൊക്കെ തിരിച്ചു കൊടുത്ത് ഇതുപോലെ അടിച്ച് ഇപ്പുറത്തേക്ക് വരുമ്പോഴേക്കും ഇവിടെയും ഇതുപോലെ തയ്യലിൻ്റെ അവിടേക്ക് ആദ്യത്തെ മടക്ക് തയ്യലിൻ്റെ അവിടെ വരണം. പിന്നെ വീണ്ടും ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് താഴേക്ക് ഇതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തോടെ അടിച്ചു വരാം. അതേ ഇപ്പോൾ ഞാനത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ കണ്ടോ ഈ ഒരു ഭാഗത്ത് കൂടെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് നേരിട്ട് കാണണമെന്ന് താല്പര്യമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ഈ സ്ലിറ്റിൻ്റെ ഭാഗം ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാനത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ നമ്മുടെ സ്ലിറ്റ് അടിച്ചെടുത്തു. താഴ്ഭാഗം 1/2 ഇഞ്ച് നമ്മൾ എത്രയാണോ എക്സ്ട്രാ വിട്ടിട്ടുള്ളത് അത് കണക്കാക്കി മാർക്ക് ചെയ്ത് മടക്കി അടിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കല്ലേ. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീണ്ടും പറയുകയാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ. താങ്ക് യു.